എവിടെ നമ്മളുള്ളത്? زدت في آخره ألفا وتاء. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله الفائزين برضا الله أما بعد. وستة أسماء معتلة مضافة إلى غير ياء المتكلم رفعها بالواو ونصبها بالألف وجرها بالياء وهن أبوك أخوك حموك حنوك فوك ذو مال. تقول في الرفع هذا أبوك وأخوك، وفي النصب رأيت أباك وأخاك، وفي الجر مررت بأبيك وأخيك. قال الله تعالى في الرفع قال أبوه، وفي النصب قالوا يا أبانا، وفي الجر ارجعوا إلى أبيكم. എന്തിനെ കുറിച്ചാണ് പറയുന്നത് എന്നുള്ളൊരു ധാരണ കിട്ടിയോ? അസ്മാഉൽ ഹംസനെ. അസ്മാഉൽ ഹംസനെ കുറിച്ചാ പറയണത്. ഇതിൽ 6 പറയുന്നുണ്ട്. അസ്മാഉ സിത്താന്നും പറയലുണ്ട് ചിലവര് അസ്മാഉൽ ഹംസാന്നും പറയലുണ്ട്. അബ്, അഹ്, ഹമ്, പൂ, ദു. പിന്നെ ചില കൂട്ടരെ ഹനി എന്നുള്ളതിനെ കൂടി കൂട്ടിയിക്കണം. അപ്പൊ 6 ഏതൊക്കെയാണ്? അബ്, അഹ്, ഹമ്, ഹന്, പൂ, ദു. എത്രണ്ണായി? 6 അബ് 1, അഹ് 2, ഹമ് 3, ഹന് 4, പൂ 5, ദു 6. ഇതിനാണ് അസ്മാഉൽ ഹംസ അല്ലെങ്കിൽ അസ്മാഉ സിത്ത എന്ന് പറയാം. ഇവകളുടെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുണ്ട്. വാവ് കൊണ്ടാണ് റഫ ഉണ്ടാകുക, അലിഫ് കൊണ്ടാണ് ഏതുണ്ടാകുക? നസ്ബ് ഉണ്ടാകുക. യാ കൊണ്ടാണ് ഏതുണ്ടാകുക? ജർ ഉണ്ടാകുക. പിന്നെ ഇവകളുടെ പ്രത്യേകത എന്താ? ഇവകള് മുലാഫായിട്ട് മാത്രമേ വരുള്ളൂ. അസ്മാഉൽ ഹംസ ആണെങ്കിൽ എന്തായിട്ടേ വരുള്ളൂ? മുലാഫായിട്ട്. അപ്പൊ അതിന്റെ ബാക്കിൽ എന്തുണ്ടാകും? മുലാഫിലൈ ഉണ്ടാവും. ആ മുലാഫിലൈ ഏതാകാനും പാടില്ല? യാഉൽ മുതകല്ലിം ആകാനും പാടില്ല. ഞാൻ പറയണ മനസ്സിലാകണ്ട ചങ്ങായിമാരെ നിങ്ങൾക്ക്? മനസ്സിലാകണ്ടോ? ഇതിപ്പോ നമ്മള് മുമ്പ് പഠിച്ച തന്നെയാണ് അസ്മാഉൽ ഹംസ അല്ലെങ്കിൽ അസ്മാഉ സിത്ത. വാവ് കൊണ്ടാണ് റഫ, യാ കൊണ്ടാണ് ജറ്, അലിഫ് കൊണ്ടാണ് നസ്ബ്. പിന്നെ അസ്മാഉൽ ഹംസന്റെ പ്രത്യേകത എന്താ? ഇവകള് മുലാഫായിട്ടേ വരുള്ളൂ. പിന്നെ മുലാഫിലൈ ഏതാകാൻ പാടില്ല? യാ മുതകല്ലിമായ പോയി, ഇറാബ് പോയി. മുലാഫിലൈഹി യാഉൽ മുതകല്ലിമാണെങ്കിൽ
പിന്നെ അവിടെ ഏത് ഇറാബില്ല? മർഫൂഉം ബിൽ വാവി, മൻസൂബും ബിൽ അലിഫി, മജ്റൂറും ബിൽ യാഇ എന്ന് പറയുന്ന ഇറാബ് ഉണ്ടാകൂല. എപ്പോ മുദാഫിലൈ ഏതാണെങ്കിൽ? യാഉൽ മുതകല്ലിമാണെങ്കിൽ. നോക്കിക്കോളി. വസിത്തതു അസ്മാഇൻ, 6 ഇസ്മുകൾ. നമ്മള് അസ്മാഉൽ ഹംസ എന്നാ പറഞ്ഞിനി. ഇയാളുടെ വീക്ഷണ പ്രകാരം എത്രണ്ണുണ്ട്? 5 എണ്ണം അല്ല, എത്രണ്ണുണ്ട്? 6 എണ്ണം. വസിത്തതു അസ്മാഇൻ, 6 ഇസ്മുകൾ. 6 ഇസ്മുകൾ. ഇസ്മിന്റെ ജമ്മാണ് ഏത്? അസ്മാ. അപ്പൊ 6 ഇസ്മുകൾ. എങ്ങനത്തെ 6 ഇസ്മുകള്? മുഅ്തല്ലത്തിൻ, മുഅ്തല്ലായ. എന്താ മുഅ്തല്ല് പറഞ്ഞ? ആഖിറ് അലിഫ്, വാവ്, യാ. അസ്മാഉൽ ഹംസ മുഅ്തല്ലാണ്. കാരണം മർഫൂ ആണെങ്കിൽ വാവ് ഉണ്ടാകും, മൻസൂബാണെങ്കിൽ ഏതുണ്ടാകും? അലിഫുണ്ടാകും. മജ്റൂർ ആണെങ്കിൽ ഏതുണ്ടാകും? യാ ഉണ്ടാകും. അതുകൊണ്ടാണ് മുഅ്തല്ലത്തി എന്ന് പറഞ്ഞത്. മുഅ്തല്ലായ 6 ഇസ്മുകൾ. പിന്നെ അങ്ങനത്തെ ഇസ്മുകളാണ് മുളാഫത്തിൻ, ഇളാഫത്ത് ചെയ്യപ്പെട്ട. എന്താ മുളാഫത്ത് എന്ന് പറഞ്ഞ? ഇളാഫത്ത് ചെയ്യപ്പെട്ട മുഅ്തല്ലായ 6 ഇസ്മുകൾ. എന്തിലേക്കാണ് ഇളാഫത്ത് ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഇലാ ഗൈരി യാഇൽ മുതകല്ലിമി. എവിടേക്ക്? യാഉൽ മുതകല്ലിമ് ഒഴികെയുള്ളതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട 6 ഇസ്മുകൾ. പൂർത്തിയായിട്ടില്ല, പൂർത്തിയാകാൻ പോണുള്ളൂ. റഫഉഹ, അവകൾക്കുള്ള റഫഅ് ബിൽ വാവി, ഏതുകൊണ്ടാണ്? വാവ് കൊണ്ടാണ്. അവിടെയാണ് സെന്റൻസ് പൂർത്തിയാകുന്നത്. സിത്തത്തു എന്നുള്ള മുബ്തദ കൊണ്ട് തുടങ്ങിയാൽ ആ മുബ്തദന്റെ ഖബർ പൂർത്തിയാകുന്നത് എവിടെയാണ്? റഫഉഹ, അവകൾക്കുള്ള റഫഅ് ബിൽ വാവി, ഏതുകൊണ്ടാണ്? വാവ് കൊണ്ടാണ്. അവിടെയാണ് ഖബർ കിടക്കുന്നത്. എവിടുത്തെ മുബ്തദാന്റെ? സിത്തത്തു എന്നുള്ള മുബ്തദാന്റെ ഖബർ അവിടെ കിടക്കണത്. അപ്പൊ സിത്തത്തു മുബ്തദ പ്ലസ് മുളാഫ്, അസ്മാഇൻ മുളാഫുൻ ഇലൈഹി. എങ്ങനത്തെ ഇസ്മുകൾ? മുഅ്തല്ലത്തിൻ, മുഅ്തല്ലായ. എന്താ? പിന്നെ അങ്ങനത്തെ ഇസ്മാണ് മുളാഫത്തിൻ, ഇളാഫത്ത് ചെയ്യപ്പെട്ട. എന്താണ്? വീണ്ടും. എവിടേക്കാണ് ഇളാഫത്ത് ചെയ്തിരിക്കുന്നത്? ഇലാ ഗൈരി യാഇൽ മുതകല്ലിമി, യാഉൽ മുതകല്ലിം അല്ലാത്തതിലേക്ക്. ഏതിലേക്ക്? അല്ലാത്തതിലേക്ക് ഇളാഫത്ത് ചെയ്യപ്പെട്ട മുഅ്തല്ലായ 6 ഇസ്മുകൾ. റഫഉഹ, അവകൾക്കുള്ള റഫഅ് ബിൽ വാവി, വാവ് കൊണ്ടാണ്. റഫഉഹ, അവകൾക്കുള്ള റഫഅ്. റഫഅ എന്നല്ല, എങ്ങനെ വായിച്ചേ? റഫഉഹ. രണ്ടാം മുബ്തദയാണ്. ഓൾറെഡി ഒരു മുബ്തദ എവിടെ ഉണ്ട്? സിത്തത്തുന്റെ അവിടെ ഒരു മുബ്തദ ഉണ്ട്. രണ്ടാമത്തെ മുബ്തദയാണ് ഏത്? റഫഉഹ, അവകൾക്കുള്ള റഫഅ് ബിൽ വാവി, വാവ് കൊണ്ടാണ്. അപ്പൊ റഫഉ മുബ്തദ പ്ലസ് മുളാഫ്, ബിൽ വാവി, വാവ് കൊണ്ടാണ്. ബിൽ വാവി ജാറ്, മജ്റൂർ ഖബർ. ഇനി ഏതിന്റെ ഖബർ കിട്ടണം? റഫഅ് എന്നുള്ള മുബ്തദയും ബിൽ വാവി എന്ന് പറയുന്ന ഖബറും കൂടിയതാണ്. ആരെ ഖബർ? സിത്തത്തുന്റെ ഖബർ. അപ്പൊ അവിടെ സിത്തത്തുകൊണ്ട് തുടങ്ങിയാൽ
റഫ്ഉഹാ ബിൽ വാവി അവിടെയാണ് ഏത് പൂർത്തിയാകുന്നത് അർത്ഥം എന്താകുന്നത് പൂർത്തിയാകുന്നത് വനസ്ബുഹാ അവകൾക്കുള്ള നസ്ബ് ബിൽ അലിഫി അലിഫ് കൊണ്ടാണ് വായിക്കേണ്ടത് റഫ്ഉഹാ വനസ്ബുഹാ ഒക്കെ സുക്കൂന ലമ്മാണ് റഫ്ഉ ഐനിന് ലമ്മ് റഫ്ഉഹാ നസ്ബുഹാ അവകൾക്കുള്ള നസ്ബ് ബിൽ അലിഫി ഏതുകൊണ്ടാണ് ഏതുകൊണ്ടാ അലിഫ് കൊണ്ടാണ് നസ്ബ് അപ്പൊ നസ്ബ് എന്നുള്ളത് മുബ്തദ പ്ലസ് മുലാഫ് ഹാ മുലാഫുൻ ഇലൈഹി ബിൽ അലിഫി ജാറുവാണ് മജ്റൂറുവാണ് ഖബറുവാണ് വജറുഹാ അവകൾക്കുള്ള ജർറ് ബിൽ യാഇ യാ കൊണ്ടാണ് വജറുഹാ അവകൾക്കുള്ള ജർറ് ബിൽ യാഇ ഏതുകൊണ്ടാണ് യാ കൊണ്ടാണ് അപ്പൊ വജറു മുബ്തദ പ്ലസ് ഏതന്നെ മുലാഫ് ഹാ ബിൽ യാഇ ജാർ മജ്റൂർ ഖബർ വഹുന്ന ആ ആറ് ഇസ്മുകൾ അബൂക ഒന്ന് അബൂക്കയാണ് എന്ന് പറഞ്ഞ അവകൾ എന്നാണ് അർത്ഥം പെണ്ണായി പ്രയോഗിച്ചത് എന്താ ഇവകളൊക്കെ കെലിമത്ത് എന്നുള്ളവരൊക്കെ പറയാ കെലിമത്ത് എന്നുള്ള പദം പെണ്ണ അബ് എന്നുള്ളതൊരു കെലിമത്താണ് അഹ് എന്നുള്ളത് ഒരു കെലിമത്താണ് ഹബ് അറിയുന്നത് ഒരു കെലിമത്താണ് ഹനി അറിയുന്നത് ഒരു കെലിമത്താണ് ഊ അറിയുന്നത് ഒരു കെലിമത്താണ് ദൂ അറിയുന്നത് ഏതന്നെയാണ് എന്താണ് ഒരു കെലിമത്താണ് കെലിമത്ത് എന്നുള്ള പദം ആണാ പെണ്ണ പെണ്ണ കാരണം അതിൽ ഏതുണ്ട് അങ്ങനെ പരിഗണിച്ചിട്ടാണ് ഇവിടെ എങ്ങനെ പറയുന്നത് ഹുന്ന എന്ന് പറയണത് അല്ലെങ്കിൽ എങ്ങനെ പറയണം ഹുന്ന പറയാ ഇവിടെ എന്തുകൊണ്ടാ ഹുന്ന എന്ന് പറഞ്ഞത് ഇവകളൊക്കെ എന്താണെന്ന് പരിഗണിച്ചിട്ടാണ് മുഅന്നസ് കെലിമത്ത് എന്നുള്ളത് പ്രയോഗിച്ചിട്ടാ പരിഗണിച്ചിട്ടാ ആ നിലക്കാണ് ഹുന്ന എന്ന് പറയുന്നത് അപ്പൊ ഹുന്ന അവകൾ അബൂക്ക ഒന്ന് അബൂക്കയാണ് ഹുന്ന എന്നുള്ളത് ഏതന്നെ മുബ്തദ അബൂക്ക ഒന്ന് അബൂക്കയാണ് അതാണേത് വഅബൂക അഖൂകയാണ് അത്ഫ് വഹമൂക ഹമൂകയാണ് വഹനൂക ഹനൂകയാണ് വഫൂക ഫൂകയാണ് വദുമാലി ദുമാലിയാണ് ഇവകളൊക്കെ റഫാ ഇവകളൊക്കെ റഫാവുമ്പോ എങ്ങനെയാ പറയാ അബൂക അഹൂക ഹമൂക ഹനൂക ഫൂക ദുമാലിൻ ഇവകള് മൻസൂബാനൊക്കെ എങ്ങനെയാ പറയാ അബാക പിന്നെ അഹാക പിന്നെ ഹമാക പിന്നെ ഹനാക പിന്നെ വാക അതേപോലെ ദൂന്നുള്ളത് എന്തേക്കാരം ാരം ഇനി ഇവകളൊക്കെ മജറൂറാവുമ്പോ എങ്ങനെയാ പറയാ അബീക പിന്നെ അഹീക പിന്നെ അബീക പിന്നെ അനീക പിന്നെ ഈക പിന്നെ അതാ അപ്പൊ ഇവകൾ എന്താ പേര് പറയാ യുസമ്മ ഹാദിഹിൽ അസ്മാഉ സിത്തത അസ്മാഇൻ എന്താ പേര് പറയാ സിത്തത അസ്മാ എന്താ അർത്ഥം 6 നൗണുകൾ ഇസ്മുകൾ എന്താ അവകളുടെ പ്രത്യേകത യുർഫഉ ബിൽ വാവി പിന്നെ
വയുൻസബു ബിൽ വയുൻസബു ബിൽ അലിഫി പിന്നെ വയുജറു ബിൽ യാഇ. നോക്കിക്കോളി. തഖൂലു നീ പറയും. തഖൂലു പറഞ്ഞാൽ എന്താ അർത്ഥം? നീ പറയും. പറയും. ഖാല യഖൂലു പിന്നെ തഖൂലു തഖൂലു നീ പറയും. ഫിർ റഫഇ ഏതിന്റെ അവസരത്തില്? റഫീന്റെ അവസരത്തിൽ. റഫഇന്റെ അവസരത്തിൽ നീ പറയും. എന്താ പറയാ? ആദാ അബൂക ഇത് നിന്റെ വാപ്പയാണ്. വ അഖൂക നിന്റെ സഹോദരനുമാണ്. അല്ലെങ്കിൽ ഹാദാ ഹമൂക ഹാദാ ഹനൂക ഹാദാ അബൂക ദൂ മാലിൻ വ ഹാദാ ദൂ മാലിൻ. അങ്ങനെ തർക്കീബ് എന്താ? ആദാ മുബ്തദ മുബ്തദ അബൂ ഖബറും പ്ലസ് മുളാഫ് മുളാഫ് കാ മുളാഫുൻ ഇലൈഹി മുളാഫുൻ ഇലൈഹി മർഫൂഉൻ ബിൽ വാവി വാവ് കൊണ്ടാണ് റഫഅ്. ആദാ മുബ്തദയാണെങ്കിൽ അബൂ എന്നുള്ളത് ഖബറാണ്. ഖബറിന് റഫഅ് വേണം. എന്തുകൊണ്ടാണ് റഫഅ്? മർഫൂഉൻ ബിൽ വാവി. വഅഖൂക അതേപോലെ തന്നെ. വഫിൻ നസ്ബി നസ്ബിന്റെ അവസരത്തിൽ നീ പറയും. തഖൂലു പറഞ്ഞില്ല അങ്ങോട്ട്. എന്താ വഫിൻ നസ്ബി പറഞ്ഞ? നസ്ബിന്റെ അവസരത്തിൽ. നസ്ബിന്റെ അവസരത്തിൽ നീ എന്താക്കും? പറയും. എന്താണ് പറയാ? റഅയ്തു അബാക വ അഖാക. റഅയ്തു ഞാൻ കണ്ടു. അബാക നിന്റെ വാപ്പാനെ. വ അഖാക നിന്റെ സഹോദരനെയും ഞാൻ കണ്ടു. റഅയ്തു പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? ഫീല് ഫായില്. അബാ മഫ്ഊലുൻ മൻസൂബുൻ ബിൽ അലിഫി പ്ലസ് ഏതുവാണ്? മുളാഫ്. ഖാ എന്നുള്ളത് ഏതാണ്? അവിടെ അങ്ങനെ തന്നെ. വഫിൽ ജർരി ജർറിന്റെ അവസരത്തിൽ നീ പറയും. ഒക്കെ തക്കൂല അവിടെ വേണം. നേരത്തെ തക്കൂലുമൊക്കെയാണ് അത് അത്തുഫ് കൊണ്ടോണ്. വതഖൂലു നീ പറയും. ഫിൽ ജർരി എന്തിന്റെ അവസരത്തില്? ജർറിന്റെ അവസരത്തിൽ നീ പറയും. മറർത്തു ഞാൻ സഞ്ചരിച്ചു. ബി അബീക നിന്റെ പിതാവിന്റെ അരികിലൂടെ. വഅഖീക നിന്റെ സഹോദരന്റെ അരികിലൂടെയും. മറർത്തു ഞാൻ നടന്നു. എന്തൊക്കെയുണ്ട്? ഫീല് ഫായില്. പിന്നെ ഫീല് ഫായില്. ബി അബീക നിന്റെ പിതാവിന്റെ അരികിലൂടെ. ബാ ഹർഫ് ജാറ്. അബീ മജ്റൂർ പ്ലസ് മജ്റൂറുൻ ബിൽ യാഇ പ്ലസ് മുളാഫ് കാ മുളാഫുൻ ഇലൈഹി. വഅഖീക അങ്ങനെ തന്നെ. മറർത്തു ബി അഖീക. ഖാല അല്ലാഹു തആല അല്ലാഹു ഖുർആനിൽ പറഞ്ഞു. ഖാല അല്ലാഹു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലാഹു ഇവിടെ പറഞ്ഞുന്നാ? ഖുർആനിൽ പറഞ്ഞുന്നാ. ഖാല അല്ലാഹു തആല അല്ലാഹു പറഞ്ഞു. റഫഇന്റെ അവസരത്തിൽ അല്ലാഹു പറഞ്ഞു. എന്താ റഫഇന്റെ അവസരത്തിൽ അല്ലാഹു പറഞ്ഞു എന്നാ? വാവ് കൊണ്ട് ഏത് ചെയ്യപ്പെട്ട നിലയില്? റഫഅ് ചെയ്യപ്പെട്ട നിലയില്. റഫഇന്റെ അവസരത്തിൽ അല്ലാഹു പറഞ്ഞു. ഖാല അബൂഹും അവരുടെ പിതാവ് പറഞ്ഞു. ഖാല ഫീല് മാളി. അബൂ ഫായിലുൻ മർഫൂഉൻ പിന്നെ ബിൽ വാവി പ്ലസ് മുളാഫ് മുളാഫുൻ ഇലൈഹി. അതേപോലെ വഫിൻ നസ്ബി നസ്ബിന്റെ അവസരത്തിൽ അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖുർആൻ വന്നതിനായത്ത് ഖാലൂ യാ അവര് പറഞ്ഞു. യാ അബാന ഞങ്ങളുടെ വാപ്പാ. യാ അബാന ഞങ്ങളുടെ വാപ്പാ. യാ ഹർഫേ നിദാ. അബാ മുനാദാ മുളാഫുൻ മൻസൂബുൻ ബിൽ അലിഫി. കാരണം മുനാദാ മുളാഫ് ആണെങ്കിൽ നസ്ബ് വേണം.
യാ അബ്ദല്ലാ. അപ്പൊ ഇവിടെ മുനാദ മുലാഫിന് എന്തുകൊണ്ടാണ് നസ്ബ്? അലിഫ് കൊണ്ട്. അലിഫ് കൊണ്ടാ. പ്ലസ് ഏതുവാണ്? മുലാഫ്. മുലാഫാണ്. നാന്നുള്ളത് ഏതാണ്? മുലാഫുൻ ഇലൈഹി. മുലാഫുൻ ഇലൈഹി. ചങ്ങായിമാരെ മനസ്സിലായില്ലേ? രണ്ട്. ഇപ്പൊ മുഫ്രദ് മുനാദ മുഫ്രദ് മാരിഫ വരികയാണെങ്കിലാണ് റഫഅ്. യാ അംറു, യാ ഉമറു, യാ അക്ബറു, യാ സുദീറു, യാ സലീന, യാ വഹീദ, ഇങ്ങനെയൊക്കെ വരുമ്പോഴാണ് റഫഅ് ഉണ്ടാകുക. എന്നാൽ ഇവകള് മുലാഫായിട്ട് വരുമ്പോ റഫഅ അല്ല ഉണ്ടാകുക. എന്താ ഉണ്ടാകുക? മൻസൂബ ഉണ്ടാകുക. ഇപ്പൊ യബിന മുഹമ്മദിൻ എന്താ അർത്ഥം? മുഹമ്മദിന്റെ ഇബിന എന്താ? മകൻ. യബിന. അപ്പൊ യാ ഇബിന മുഹമ്മദിൻ എന്താ അർത്ഥം? മകനെയാണ്. മുഹമ്മദിന്റെ മകനെ. യാ ബിന്ത വഹീദത്തിൻ എന്താ അർത്ഥം? വഹീദയുടെ മകളെ. മകളെ. അപ്പൊ മുലാഫാണ്. അപ്പൊ നസ്ബാണ് വേണ്ടത്. ഒറ്റ നൗണായിട്ട് വരികയാണെങ്കിലാണ് എന്തുണ്ടാകുക? റഫഅ ഉണ്ടാകുക. ഇവിടെ മുലാഫായിട്ടാ വന്നിക്കണത്. അബ് എന്നുള്ളതിന് എവിടേക്ക് ഇളാഫത്ത് ചെയ്തിക്കണേ? എവിടേക്ക് ഇളാഫത്ത് ചെയ്തിക്കണേ? നായിലേക്ക്. അപ്പൊ യാ ഹർഫിൻ ഇദാ അബാ മുനാദ മുലാഫ് മൻസൂബുൻ ബിൽ അലിഫി ലിഅന്നഹു അസ്മാഉൽ ഖംസ ഔ അസ്മാ. മൻസൂബുൻ ബിൽ അലിഫി എന്നിട്ട് എന്താ പറയണം? ലിഅന്നഹു ഹുവ അസ്മാഉ സിത്ത. അസ്മാഉ എന്താ അസ്മാഉ സിത്ത പറഞ്ഞ? ഇത് ഏതിൽപ്പെട്ടതാണ്? അസ്മാഉ സിത്തയിൽ പെട്ടതാണ്. ഏതാണ് അസ്മാഉ സിത്ത? അബൂക, അബൂക, അമൂക, ഹനൂക, പൂക, ദൂക. വഫിൽ ജരി, ജറിന്റെ അവസരത്തിൽ നീ പറയും. അല്ലാഹ് പറഞ്ഞു. വഫിൽ ജരി എന്താ അർത്ഥം? ജറിന്റെ അവസരത്തിൽ അല്ലാഹു പറഞ്ഞു. ഇർജിഉ ഇലാ അബീകും, ഇർജിഉ നിങ്ങൾ മടങ്ങിപ്പോകുവീൻ, ഇലാ അബീകും നിങ്ങളുടെ പിതാവിങ്കലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുവീൻ. ഇർജിഉ എന്തൊക്കെയുണ്ട്? ഫീല് ഫായില് അംറാണ്. ഇലാ ഹർഫ് ജാറ്. അബീ മജ്റൂർ പ്ലസ് മുലാഫ്. മജ്റൂർ പ്ലസ് മുലാഫ്. എന്തുകൊണ്ടാണ് ജറ്? മജ്റൂറും ബിൽ യാ. കണ്ടോ? അബീ അനുത്തര യാ കണ്ടോ? ആ യാ കൊണ്ടാണ് ജറ്. പ്ലസ് മുലാഫ് കും എന്നുള്ളത് ഏതാണ്? മുലാഫുൻ ഇലൈഹി. അപ്പൊ എന്താ പഠിച്ചത്? അസ്മാഉ സിത്ത 6 സ്പെഷ്യൽ നൗണ്. അബ്, അഹ്, ഹബ്, ഹന്, ഹു, ദു. ഹമുൻ ഹൻ എന്നുള്ള മീനിങ്. ഹമു ഹൻ എന്നൊക്കെ പറഞ്ഞ ഓരോ കുടുംബക്കാര് എന്നൊക്കെയാണ് അർത്ഥം. ഭാര്യന്റെ അടുത്ത കുടുംബക്കാർക്കൊക്കെ പറയാ. നോക്കിട്ട് പറഞ്ഞുതരാം. പിന്നെ ഇപ്പൊ മനസ്സിലാക്കേണ്ട എന്താ? ഈ 6 ഇസ്മുകൾക്ക് ഈ ദൂതുള്ളതൊക്കെ ഖുർആനിൽ ഇടക്കിടക്ക് വരുന്നതാണ്. അപ്പോഴൊക്കെ മനസ്സിലാക്കാതെ ഏതിൽ പെട്ടതാണ്? അസ്മാഉ സിത്തയിൽ പെട്ടതാണ്. അസ്മാഉ സിത്തന്റെ ഇറാബ് എങ്ങനെയാണ്? മർഫൂഉൻ ബിൽ വാവി, പിന്നെ മൻസൂബുൻ ബിൽ അലിഫി, മജ്റൂറുൻ ബിൽ യാഇ. ഇനി ബാബുൻ, ഇതൊരു ബാബാണ്. ഫീ ഇറാബിൽ ഫിഇലി, ഇതിനെ സംബന്ധിച്ച് പറയണ ഫിഇലിന്റെ ഇറാബിനെ സംബന്ധിച്ച് പറയുന്ന ബാബാണ്. വ അസ്മിനത്തിൻ, ഫീലിന്റെ കാലത്തെ കുറിച്ച് പറയുന്ന ബാബ. അസ്മിനത്ത് എന്താ? കാലം. സമാന് എന്നുള്ളതിന്റെ ബഹുവചനാണ് ഏത്? അസ്മിനത്ത്. സമാന് കാലം. അസ്മിനത്ത് എന്താ? കാലം, കാലങ്ങൾ. സമാന് കാലം. അസ്മിനത്ത് എന്താ? കാലങ്ങള്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ഫീൽ എത്ര സൈസാ? മാദിണ്ട്, മുളാരിണ്ട്, അതേപോലെ തന്നെ അംറുണ്ട്.
ഇതില് ഇറാബ് ഏതില് മാത്രമേ വരുള്ളൂ? മുളാരിയില് മാത്രം. മുളാരിയില് മാത്രമേ വരുള്ളൂ. കാരണം മാലി മബിനിയാണ്. ഏത് മബിനിയാണ്? അമ്രും മബിനിയാണ്. അമ്രു മബിനിയാണ്. അപ്പൊ ഇറാബുൽ ഫീലി, ഫീലിന്റെ ഇറാബ് എന്ന് പറയുമ്പോ അതില് മാലിയും കിടക്കൂല, ഏതും കിടക്കൂല, അമ്രും കിടക്കും. അമ്രും കിടക്കൂല. എന്തുകൊണ്ട്? മാലിയും മബിനിയാണ്, അമ്രും ഏതാണ്? മബിനിയാണ്. മബിനിയാണ്. അപ്പൊ പിന്നെ ഇറാബ് വരാൻ ഏതില് മാത്രമേ സാധ്യത ഉള്ളൂ? മുളാരിയില്. മുളാരി. അതെന്നെ എപ്പോഴാവും വേണം? മുളാരിയിൽ ഏതുണ്ടാകരുത്? ഏതുണ്ടാകരുത്? നൂനു നിസ്വ ഉണ്ടാകരുത്. പിന്നെ ഏതുണ്ടാകരുത്? നൂനു തൗക്കീദ്. അത് രണ്ടും മുളാരിയായ ഫീലിൽ വന്നാൽ മുളാരി മബിനിയായി മാറി. മുളാരിയായ ഫീൽ ഏതുണ്ട്? നൂനു നിസ്വ. അല്ലെങ്കിൽ ഏതുണ്ട്? നൂനു തൗക്കീദ് ഉണ്ട്. അത് രണ്ടും ഇല്ലാത്ത മുളാരി മാത്രമേ മുഅറബാവുള്ളൂ. അത് രണ്ടുള്ള മുളാരി ആണെങ്കിൽ അത് മുഅറബല്ല. പിന്നെ അത് എന്താണ്? മബിനിയാണ്. പിന്നെ ഇതാ പറയണേ, അൽ അഫ്ആലു ഫിഅലുകൾ സലാസത്തുൻ മൂന്നെണ്ണമാണ്. ബാബുൻ ഇതൊരു അധ്യായമാണ്. എന്താ അതിന്റെ തർക്കീബ്? മുബത്തദയല്ല, കളയപ്പെട്ട മുബത്തദന്റെ അവിടെ ഒരു ഹാദ ഉണ്ടാകും. ആദാ ബാബുൻ. ഇതിനെ കളഞ്ഞതാണ്, ആദനെ കളഞ്ഞതാ. അപ്പൊ അങ്ങനെ വരുന്നിടത്തൊക്കെ ഫസിലുൻ ബാബു എന്നൊക്കെ പറയുന്നിടത്ത് എന്താ തർക്കീബ്? ഖബറു മുബ്തദഇൻ മഹ്ദൂഫിൻ. കളയപ്പെട്ട മുബ്തദാന്റെ ഖബർ. ഫി ഇറാബിൽ ഫീലി, ഫിഅലിന്റെ ഇറാബുകളെ കുറിച്ച് പറയുന്ന ബാബാണ്. വഅസ്മിനത്തിൻ, ഫീലിന്റെ കാലങ്ങളെ കുറിച്ചും പറയുന്ന അധ്യായമാണ്. മജ്റൂറാണ്. എന്തുവാണ്? മുളാഫാണ്. അൽ ഫിഅലി മുളാഫുൻ ഇലൈഹി. പിന്നെ എന്തിനെ പറിച്ചു? വഅസ്മിനത്തിൻ, കാലങ്ങളെ കുറിച്ചും. വാവർപ്പേ അത്ഫ്, അസ്മിനത്തിൻ മഅ്തൂഫ്. ഏതാ മഅ്തൂഫ് അലൈഹി? ഫിഅലി. മഅ്തൂഫ് അലൈഹി ഏതാണ്? ഫിഅലി. അല്ല, എന്താ പറയുന്നത്? അൽ അഫ്ആലു ഫിഅലുകൾ സലാസത്തുൻ മൂന്നെണ്ണമാണ്. ഫീലുകൾ എത്ര ഉണ്ട്? മൂന്നെണ്ണം. അൽ അഫ്ആലു ഫിഅലുകൾ സലാസത്തുൻ മൂന്നെണ്ണമാണ്. അതൊരു സെന്റൻസാ, അതൊരു മുബത്തദിയാണ്. പിന്നെ എന്തുവാണ്? ഖബറുമാണ്. അപ്പൊ അതൊരു സെന്റൻസ് ആയി. അൽ അഫ്ആലു ഫീലുകൾ സലാസത്തുൻ മൂന്നെണ്ണമാണ്. അപ്പൊ എന്താ തർക്കീബ്? അൽ അഫ്ആലു മുബ്തദ, സലാസത്തുൻ ഖബർ. എന്തിനാ സലാത്ത് എന്ന് പറഞ്ഞാ പോലെ എന്തിനാ സലാസത്തു എന്ന് പറഞ്ഞത് അറിയോ? ഫീല് എന്നുള്ള സാധനം ഏതാ? ആണാ പെണ്ണാ? ആണ്. ഫീല് എന്നുള്ളത് ആണായതുകൊണ്ടാണ് അതത് ഏതാകണത്? അതത് ഏതാകണത്? പെണ്ണാകണത്. അൽ അഫ്ആലു ഫീലുകൾ സലാസത്തുൻ മൂന്നെണ്ണമാണ്. അഹദുഹ, അവയിൽ ഒന്നാമത്തത് മാലി. ഏതാണ്? മാലിയാണ്. അഹദുഹ, അവയിൽ ഒന്നാമത്തത് മാലിൻ. ഏതാണ്? മാലിയാണ്. അപ്പൊ എന്താ തർക്കീബ്? അഹദുഹ, അവയിൽ ഒന്നാമത്തത്. അഹദു എന്താണ്? മുബ്തദ പ്ലസ് മുളാഫ്. മുളാഫുൻ ഇലൈഹി. മാലിൻ, ഒന്ന് മാലിയാണ്. മാലി എന്നുള്ളതാണ് ഏത്? ഖബർ. ആ ഖബറിനെ എവിടെ റഫഅ? ഖബറിനെ എവിടെ റഫഅ? മക്സൂറല്ല, മൂന്നാമത്തെ ഒന്നില്ലല്ലോ. ഉറപ്പിച്ച് പറഞ്ഞോടി. മങ്കൂസാണ്. മാലി എന്നുണ്ട് അവിടെ. അവസാനം ഏതുണ്ട്?
യാളുണ്ട്. എന്നിട്ട് യായിനെ കളഞ്ഞിട്ട് തെൻവീരുമ്പോ നിർത്തിയേക്ക. മാലിൻ എന്നാണ് പറയാ. അതിന്റെ ഒറിജിനൽ എങ്ങനെയുണ്ട്? മാലീന്നുണ്ട്. മാലിന്നല്ല നീട്ടാന്. അപ്പൊ എങ്ങനെയാ പറയാ? മാലി. അപ്പഴേ ആഖിറി ആവും മുമ്പ് ഏത് വരുള്ളൂ? ജസ്റ് വരുള്ളൂ. അപ്പൊ മങ്കൂസാണ്. അപ്പൊ ഏത് വെളിവാകൂല? ഇറാബ് വെളിവാകൂല. അപ്പൊ ഒന്നാമത്തെ ഫീല് മൂന്നിനാണ്. ഒന്നാമത്തത് ഏതാണ്? മാലിയാണ്. ആ മാലിന്റെ ഉദാഹരണം നഹ്വു ലറബ. ലറബ എന്ന് പറയും പോലെ. ലറബാന്ന് എന്താ അർത്ഥം? അടിച്ചു. മാലിയ മുലാരിയ അബ്ര മാലിയാണ്. അപ്പൊ ഫീല് ഒന്നാമത്തെ ഏതാണ്? മാലി. ഒന്നാമത്തെ ഏതാണ്? എന്താ മാലി അറിഞ്ഞ? എന്താ മാലി അറിഞ്ഞ? കഴിഞ്ഞ കാലം. ആ വത്താനി രണ്ടാമത്തത് മുസ്തഖ്ബലുൻ. മുസ്തഖ്ബലാണ്. മുസ്തഖ്ബിൽ പറഞ്ഞാൽ എന്താ? വരാനുള്ള കാലം. നമ്മള് മുലാരി അറിഞ്ഞില്ലേ? ആ മുലാരിന്റെ മറ്റൊരു പേരാണ് ഏത്? മുസ്തഖ്ബില്. നഹ്വു യദ്രിബു. യദ്രിബു പറഞ്ഞ എന്താ അർത്ഥം? അടിക്കും എന്നും അർത്ഥമുണ്ട്, അടിച്ചും കൊണ്ടിരിക്കുന്നു എന്നും അർത്ഥമുണ്ട്. രണ്ടുണ്ട് മക്കളെ. യദ്രിബു, യജ്ലിസു, യക്തുബു എന്ന് പറഞ്ഞ രണ്ടർത്ഥം ഉണ്ട് അതിന്. എന്താ അർത്ഥം? ഒന്ന് പിന്നീട് അടിക്കും, അപ്പോഴും യദ്രിബു എന്ന് പറയാ. ഞാൻ നാളെ അടിക്കണുള്ളൂ, അപ്പോഴും എന്ത് എന്ന് പറയാ? ഞാനിപ്പോ നല്ലോണം അടിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനും എന്തെന്ന് പറയും? മുലാരി എന്ന് പറയും. എന്തെന്ന് പറയും? അപ്പൊ മുലാരിക്ക് എത്ര അർത്ഥമുണ്ട്? രണ്ടർത്ഥമുണ്ട്. ഒന്ന് പിന്നീട് ചെയ്യും എന്നും അർത്ഥമുണ്ട്, പിന്നെ ഇപ്പൊ ചെയ്യുന്നു അർത്ഥമുണ്ട്. പിന്നീട് ചെയ്യും എന്ന് പറയുമ്പോഴാണ് മുസ്തഖ്ബിൽ അറിയാ. പിന്നീട് അടിക്കും എന്ന് വരുമ്പോഴാണ് യദ്രിബൂന് എന്ത് എന്ന് പറയാ? മുസ്തഖ്ബിൽ. പിന്നീട് എന്നുള്ള അർത്ഥം. ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിലോ ആ മുലാരിക്ക് ഹാല് എന്നാ പറയാ. ആ മുലാരിക്ക് എന്ത് എന്നാ പറയാ? എന്താ ഹാല് പറഞ്ഞ? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കണത്. അപ്പൊ മുലാരിയായ ഫീൽഡ് രണ്ടും പെട്ടു, മുസ്തഖ്ബിലും പെട്ടു, ഹാലും പെട്ടു. മുസ്തഖ്ബിൽ പറഞ്ഞാൽ എന്താ അർത്ഥം? പിന്നീട് ചെയ്യും. ഹാല് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇപ്പൊ ചെയ്യും. അപ്പൊ ഉവ യദ്രിബു എന്ന് പറഞ്ഞാൽ അതിന് രണ്ടർത്ഥം വെക്കാം. ഉവ അവൻ, യദ്രിബു അവൻ പിന്നീട് അടിക്കും. അല്ലെങ്കിൽ എന്താർത്ഥം വെക്കാം? അപ്പൊ എന്താക്കുന്നുണ്ട്? അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ മുസ്തഖ്ബിലുൻ. രണ്ടാമത്തത് മുസ്തഖ്ബിലാണ്. നഹ്വു യദ്രിബു. യദ്രിബു എന്ന് പറഞ്ഞാൽ പിന്നീട് അടിക്കും. വത്താലിതു മൂന്നാമത്തത് ഹാലുൻ. മൂന്നാമത്തത് ഏതാണ്? ഹാലാണ്. എന്താ ഹാല് പറഞ്ഞ? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അർത്ഥമുണ്ട്. നഹ്വു യദ്രിബു. അവന്റെ ഉദാഹരണം ഏതന്നെ? യദ്രിബു തന്നെ. പക്ഷെ ഇവിടെ യദ്രിബുവിന്റെ അർത്ഥം എന്താണ്? ഇപ്പൊ എന്താക്കി കൊണ്ടിരിക്കുന്നുണ്ട്? അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ പറഞ്ഞ യദ്രിബുവിന്റെ അർത്ഥം എന്താ? ഇപ്പൊ അടിച്ചിട്ടില്ല, അവൻ എന്താക്കും? പിന്നീട് അടിക്കുന്നാണ് അർത്ഥം. അതാ. അപ്പൊ അൽ-അഫ്ആലു ഫീലുകൾ സലാസത്തുൻ മൂന്നെണ്ണമാണ്. അഹദുഹാവയിൽ ഒന്നാമത്തത് മാദിൻ മാദിയാണ്. നഹ്വു ലറബ. വത്താനി രണ്ടാമത്തത് മുസ്തഖ്ബിലുൻ. ഏതാണ്? മുസ്തഖ്ബില്. മുസ്തഖ്ബില് എന്ന് പറഞ്ഞാൽ അതൊരു പേരാണ്. അതിന് മലയാളം പറയണ്ട. മുലാരിയായ ഫീൽഡ് രണ്ടർത്ഥമുണ്ട്, മുസ്തഖ്ബിലും ഉണ്ട്, ഹാലും ഉണ്ട്. മുലാരി എന്ന് പറഞ്ഞാൽ അതിൽ രണ്ടും പെട്ടു. ഏതൊക്കെ പെട്ടു? മുസ്തഖ്ബിലും പെട്ടു, പിന്നെ ഹാലും പെട്ടു.
മുസ്തഖബിൽ പിന്നെ പിന്നീട് അടിക്കും എന്ന് പറഞ്ഞാൽ അത് മുസ്തഖബിലായി. ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ എന്തായി? ഹാലായി. അതാ വത്താരിദു മൂന്നാമത്തത് ഹാലുൻ, അത് ഹാലാണ്. ഒക്കെ തന്നെയാണ്, മുബ്തദിയാണ്, ഖബറാണ്. വത്താരിദു മുബ്തദ, ഹാലുൻ ഖബർ. നഹവു യദ്രിബു, യദ്രിബു പോലെ. എന്നിട്ട് പറയാ ഫഇന്നഹു, തീർച്ചയായിട്ടും ഹാല്, ഐളൻ വീണ്ടും, കൽ മുസ്തഖ്ബിലി, അത് മുസ്തഖ്ബിൽ പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ രൂപത്തില് ഹാലും ഒന്നെയാണ്. പിന്നെ മുസ്തഖ്ബിലും ഒന്നെ കാലം, ഒരു വ്യത്യാസം ഉണ്ടാവില്ല. അവിടെ രണ്ടർത്ഥം വരാം, അവിടെ രണ്ട് അർത്ഥം വരാം. എന്താ രണ്ടർത്ഥം? ഏതാ? പിന്നീടാകുന്ന അർത്ഥം വരാം, അല്ലെങ്കിലോ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള അർത്ഥം വരാം. ഇനി നമുക്ക് അങ്ങനെ പിന്നീട് എന്നുള്ള അർത്ഥം കിട്ടൽ നിർബന്ധമാണെങ്കിൽ ആ കൂട്ടത്തിൽ എന്താക്കി കൊടുത്താൽ മതി? ഒരു ലാമാണ്, ഒരു സാഓ ലാമോ ചേർത്ത് കൊടുത്താൽ മതി. ഒന്നിരിക്കൽ സയളിരിബു, ഉറപ്പായി. അടിപ്പടല്ല, പിന്നെ എപ്പടാ? പിന്നീടാണ്. യദ്രിബു എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒന്നുണ്ട്, നാളെയുന്നുണ്ട്. പക്ഷെ സയദ്രിബു എന്ന് പറഞ്ഞാൽ എന്തായി കഴിഞ്ഞു അർത്ഥം? പിന്നീടാണ് അടി. അല്ലെങ്കിൽ ലയദ്രിബു, ലാമ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് ഏതായി മാറി? മുസ്തഖ്ബിലായി മാറി. നോയിക്കോളി, അതാ പറയുന്നതാണ്. നോയിക്കോളി, സൗഫ ചേർത്താലും പിന്നീട് തന്നെ. സീനും സൗഫീൻ. ലാ ചേർത്ത അപ്പോൾ എന്നാണ് അർത്ഥം. ലയദ്രിബു പറഞ്ഞാൽ ഇപ്പൊ അടിച്ചുകൊണ്ട് അടി നടന്നുകൊണ്ടൊക്കെ ഉണ്ട് എന്നാണ് അർത്ഥം. ഏത് ചേർത്ത് കൊടുത്താ? ലാമ് ചേർത്താല് ലയദ്രിബു എന്താ അർത്ഥം? ഇപ്പൊ എന്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്? അടി എന്താക്കുന്നുണ്ട്? നടന്നുകൊണ്ടിരിക്കുക. അതാ പറയുന്നതാ ഫഇന്നഹു, തീർച്ചയായിട്ടും ഹാല്. പറഞ്ഞാൽ ഹാല്. ഫഇന്നഹു എന്താ അർത്ഥം? ഇന്നറിഞ്ഞ എന്താ അർത്ഥം? തീർച്ച. എന്ന് പറഞ്ഞാൽ ആ ഹാല്. അപ്പൊ എന്താ അർത്ഥം? ഫഇന്നഹു, തീർച്ചയായിട്ടും ഹാല്, ഐളൻ വീണ്ടും, കൽ മുസ്തഖ്ബിലി, ഏതുപോലെ തന്നെയാണ്? മുസ്തഖ്ബില് പോലെ തന്നെയാണ്. എന്ന് വെച്ചാൽ രൂപത്തില് ഹാലും ഒന്ന് തന്നെയാണ്. പിന്നെ മുസ്തഖ്ബിലും ഒരുപോലെയാണ്. നിങ്ങൾക്ക് പറയണ മനസ്സിലാവുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത് മനസ്സിലായിട്ടില്ല എന്ന് പറയണം. കിട്ടാനില്ല ചേർപ്പെന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അത് പറയുന്നുണ്ട്, പറയട്ടെ, അതിന്റെ അവസാനം വരുന്നുണ്ട് അത്. അപ്പൊ അതാ പറയുന്നത് ഫഇന്നഹു, തീർച്ചയായിട്ടും ഹാല്, ഐളൻ വീണ്ടും, കൽ മുസ്തഖ്ബിലി, ഏതുപോലെ തന്നെയാണ്? മുസ്തഖ്ബിൽ പോലെ തന്നെയാണ്. ഇന്നർഫ് തഅക്കീദ് ഹു, ഇസ്മു ഇന്ന, കൽ മുസ്തഖ്ബിലി ഖബറു ഇന്ന അല്ല, ഖബറു തന്നെയാണ്. അതിന്റെ മുമ്പ് വേറെ ഒന്നുമില്ലേ? ജാർ മജ്റൂർ ഖബറു ഇന്ന. ഇനി നോക്കി, ഇതാ പറയണേ ഫഇദാ അറത്ത, നീ ഉദ്ദേശിച്ചാൽ. എങ്ങനെയാ വായിച്ചത്? അറത്തു എന്നല്ല. എങ്ങനെ വായിച്ചത്? അറത്ത. എന്താ അർത്ഥം? നീ ഉദ്ദേശിച്ചാൽ. അറത്തു പറഞ്ഞാലോ? ഞാൻ ഉദ്ദേശിച്ചു. ഇവിടെ ജഡ്ജാണ്. അപ്പൊ ഫൈദാ അറത്ത, നീ ഉദ്ദേശിച്ചാൽ. നമ്മൾ അറാദേണതേ, അറാദ സർഫാക്കട്ടെ. അറാദോ, അറദിന, പിന്നെ അറത്ത അന്ത. അതാ ഫൈദാ അറത്ത, നീ ഉദ്ദേശിച്ചാൽ, തഖ്ലീസൽ മുസ്തഖ്ബിലി, മുസ്തഖ്ബിലിനെ തരിപ്പിക്കല്ലേ. തഖ്ലീസനെ തരിപ്പിക്കുക. അൽ മുസ്തഖ്ബിലി പറഞ്ഞ മുസ്തഖ്ബിലിനെ തരിപ്പിക്കുക. എന്താ മുസ്തഖ്ബിലിനെ തരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജിപ്പ് അടിക്കാൻ ഉദ്ദേശിക്കണില്ല, പിന്നെ എപ്പോഴാ അടിക്കാൻ ഉദ്ദേശിക്കുന്നത്? പിന്നീടാണ്. ഇപ്പൊ യഫ്തഹു, തുറക്കും. ജിപ്പ തുറക്കാൻ ഉദ്ദേശിക്കണില്ല, പിന്നെ
പിന്നീട് പിന്നെ തുറക്കാനാ ഉദ്ദേശിക്കുന്നത്. യജിലിസു ഇരിക്കും, ജന്തു ഉദ്ദേശിക്കണില്ല. ഇപ്പൊ ഇരിക്കാൻ ഇപ്പൊ ഉദ്ദേശിക്കുന്നത്. ഇരിക്കാൻ ഉദ്ദേശിക്കണില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഇരിക്കാൻ ഉദ്ദേശിക്കുന്നത്. എന്നാ യജിലിസു പറഞ്ഞാൽ എന്തൊക്കെ അർത്ഥമുണ്ട്? ഇപ്പൊ ഇരിക്കൂ, ഇപ്പൊ ഇരിക്കും അർത്ഥമുണ്ട്, പിന്നീട് ഇരിക്കുന്നു അർത്ഥം. എന്നാൽ അത് പിന്നീട് ആക്കണം എന്ന് ഉദ്ദേശിച്ചു. അതാ ഫൈദ അറത്ത, നീ ഉദ്ദേശിച്ചാൽ തഖ്ലീസൽ മുസ്തഖ്ബിലി, ഏതിനെ തരിപ്പിക്കലിനെ? മുസ്തഖ്ബിലിനെ തരിപ്പിക്കലിനെ, മുസ്തഖ്ബിലിന് സ്വന്തമാക്കലിനെ. തഖ്ലീസനെ സ്വന്തമാക്കുക, തരിപ്പിക്കുക. അപ്പൊ എന്താ അർത്ഥം? ഫൈദ അറത്ത, എന്ത് ചെയ്താൽ? ഉദ്ദേശിച്ചു. എന്തിനെ ഉദ്ദേശിച്ചു? തഖ്ലീസൽ മുസ്തഖ്ബിലി, ഏതിനെ തരിപ്പിക്കലിനെ? മുസ്തഖ്ബിലിനെ തരിപ്പിക്ക, മുസ്തഖ്ബിലിനെ സ്വന്തമാക്കുക. എങ്കിൽ കുൽത, നീ പറഞ്ഞോ, ഇന്നഹു തീർച്ചയായിട്ടും അവൻ സയളിരിബു. എന്ത് പറഞ്ഞോ നീ? ഇന്നഹു സയളിരിബു എന്ന് നീ പറഞ്ഞോ. ഇന്നഹു തീർച്ചയായിട്ടും അവൻ സയളിരിബു. എന്താ സയളിരിബു പറഞ്ഞ? പിന്നീട് അവൻ അടിക്കും. ഏത് ചേർത്ത് കൊടുത്താലേ? ചേർത്ത് കൊടുത്താൽ. അതാ നീ ഉദ്ദേശിച്ചു തഖ്ലീസൽ മുസ്തഖ്ബിലി, മുസ്തഖ്ബിലിനെ സ്വന്തമാക്കാൻ, മുസ്തഖ്ബിലിനെ തരിപ്പിക്കാൻ നീ ഉദ്ദേശിച്ചാൽ കുൽത, നീ പറഞ്ഞോ, ഇന്നഹു തീർച്ചയായിട്ടും അവൻ സയളിരിബു, പിന്നീട് അവൻ അടിക്കും എന്ന് നീ എന്താക്കിക്കോ പറഞ്ഞോ. എന്താർത്ഥം? പൈതാറത്ത എന്താർത്ഥം? പൈതാറത്ത നീ ഉദ്ദേശിച്ചാൽ. തഖ്ലീസൽ മുസ്തഖ്ബിലി, ഏതിനെ തരിപ്പിക്കലിനെ? മുസ്തഖ്ബിലിനെ തരിപ്പിക്കലിനെ നീ ഉദ്ദേശിച്ചാൽ കുൽത, നീ എന്ത് ചെയ്തോ? പറഞ്ഞോ. ഇന്നഹു സയളിരിബു, ആ യളിരിബുവിൽ ഏത് കൂട്ടി കൊടുത്തടാ? ചേർത്ത് കൊടുത്തടാ. ഇന്നഹു തീർച്ചയായിട്ടും അവൻ സയളിരിബു, അവൻ പിന്നീട് അടിക്കും എന്ന് പറഞ്ഞു. ഇനിയോ ഈ അറത്താറിന് എന്തൊക്കെ? എന്തൊക്കെ? ആരാണ് ഈ വായിലെ? എന്തിനെ ഉദ്ദേശിച്ചു? തഖ്ലീസൽ മുസ്തഖ്ബിലി, മുസ്തഖ്ബിലിനെ തരിപ്പിക്കലിനെ. അപ്പൊ തഖ്ലീസാനിന്റെ തർക്കീബ് എന്താ? മഫ്ഊലുൻ ബിയാണ്. പിന്നെ എന്തുവാണ്? മുളാഫാണ്. മുസ്തഖ്ബിലി മുളാഫുൻ ഇലൈഹി. കുൽത, നീ പറഞ്ഞോ. എന്തൊക്കെയുണ്ട്? ഏതാ കുൽത്തിയിലുള്ള ഫായിലാരാ? കാല കാല, കാലത്ത് കാലത്താ, പിന്നെ കുൽത്താനി പറഞ്ഞോ, ഇന്നഹു തീർച്ചയായിട്ടും അവൻ സയളിരിബു, അവൻ പിന്നീട് അടിക്കും എന്ന് നീ പറഞ്ഞോ. അപ്പൊ ഇന്നർഫ് തേക്കീത്. ഇസ്മു ഇന്ന സഹർഫി ഇസ്തിഖ്ബാൽ. സയളിരിബു പറഞ്ഞിടത്തുള്ള സാന്റെ തർക്കീബ് എന്താണ്? അർഫോ ഇസ്തിഖ്ബാൽ. യളിരിബു പറഞ്ഞ ഫീലോ ഫീലുണ്ട്, ഫായിലുണ്ട്. അതോടുകൂടെ ഏതുവാണ്? ഖബറു ഇന്നയാണ്. നീ നോക്കിക്കോളി. ഫഇൻ അറത്ത, നീ ഉദ്ദേശിച്ചാൽ തഖ്ലീസൽ ഹാലി, ഹാലിനെ തനിപ്പിക്കലിനെ. എന്താ ഹാലിനെ തനിപ്പിക്കലിനെ പറഞ്ഞ? എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പൊ പരിപാടി എന്താക്കുന്നുണ്ട്? നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഹാല് പറഞ്ഞ. ഇപ്പൊ ഫഇൻ അറത്ത, നീ ഉദ്ദേശിച്ചാൽ തഖ്ലീസൽ ഹാലി, ഹാലിനെ തനിപ്പിക്കലിനെ നീ ഉദ്ദേശിച്ചാൽ കുൽത, നീ പറഞ്ഞോ, ഇന്നഹു ലയളിരിബു. ഏത് ചേർത്ത് കൊടുത്തടാ? അവൻ ചേർത്ത് കൊടുത്താൽ അവൻ ഇപ്പൊ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നർത്ഥം. ഇന്നഹു തീർച്ചയായിട്ടും അവൻ ലയളിരിബു, അവൻ അടിച്ചും കൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെ വ്യത്യാസം. സയളിരിബു പറഞ്ഞ എന്തേലും അർത്ഥം? പിന്നീട് അടിക്കും. ലയളിരിബു പറഞ്ഞ എന്താ അർത്ഥം? അവൻ എന്താക്കുന്നുണ്ട്? ഇപ്പൊ
അടിച്ചുകൊണ്ടിരിക്കും. അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാ നിറത്ത നീ ഉദ്ദേശിച്ചാൽ തഖ്ലീസൽ ഹാലി ഹാലിനെ തരിപ്പിക്കലിനെ നീ ഉദ്ദേശിച്ചാൽ കുൽത്ത നീ പറഞ്ഞോ ഇന്നവു തീർച്ചയായിട്ടും അവൻ ലയദ്രിബു അവൻ ഇപ്പോൾ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നീ പറഞ്ഞു. അപ്പൊ എന്താ പറഞ്ഞത്? അൽ അഫ്ആലു തലാസത്തുൻ ഫിഅലുകൾ മൂന്നെണ്ണമാണ്. അഹദുഹ അവകളിൽ ഒന്ന് മാളിൻ ഏതാണ്? മാളിയാണ്. നഹ്വു ദറബ അവൻ അടിച്ചു ഉദാഹരണം. വത്താനി രണ്ടാമത്തത് മുസ്തഖ്ബിലുൽ ഏതാണ്? രണ്ടാമത്തത് ഏതാണ്? മുസ്തഖ്ബിലാണ്. മുസ്തഖ്ബിലാണ്. നഹ്വു യദ്രിബു അവൻ അടിക്കും. വത്താലിതു മൂന്നാമത്തത് ഹാലുൻ ഹാലാണ്. അപ്പൊ ഫീൽ എത്രണ്ണാണെന്ന് ചോദിച്ചാൽ മൂന്നെണ്ണാന്നാ പറയാ. ഒന്ന് മാലി, രണ്ടാമത്തത് മുസ്തഖ്ബില്, മൂന്നാമത്തത് ഹാല്. എന്ന് പറയാ മുലാരിയായ ഫീല് രണ്ട് സൈസാ. മുലാരി മുസ്തഖ്ബിലും ഉണ്ട്, മുലാരി ഏതുണ്ട്? ഹാലും ഉണ്ട്. മുസ്തഖ്ബിലിനും പറ്റും അടിച്ചുകൊണ്ടിരിക്കുന്നു അർത്ഥം വെക്ക, പിന്നീട് അടിക്കും എന്ന് അർത്ഥം വെക്ക. എന്നാൽ പിന്നീട് എന്ന് എനിക്ക് ഉദ്ദേശമുണ്ടെങ്കിൽ അതിൽ ഏത് ചേർത്ത് കൊടുക്കുക? ചേർത്ത് കൊടുക്കുക. ഇപ്പൊ അടിക്കാതെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലോ ഏത് ചേർത്ത് കൊടുക്കുക? ചേർത്ത് കൊടുക്കുക. അതാ വത്താരി തൂ മൂന്നാമത്തത് ഹാലുൻ ഹാലാണ്. നഹ്വു യദ്രിബു ഫഇന്നഹു തീർച്ചയായിട്ടും ഹാല്. എന്താ ഫൈന പറഞ്ഞതിന്റെ അർത്ഥം? തീർച്ചയായിട്ടും ഏത് ഹാലിന് വരുന്ന ഏത് മുലാരി? ഹാലിന് വരുന്ന മുലാരി കൽ മുസ്തഖ്ബിലി ഏതുപോലെ തന്നെയാണ്, മുസ്തഖ്ബിലു മാതിരി തന്നെയാണ്. ഇതുപോലെ യദ്രിബു അറിയുന്നത് മുസ്തഖ്ബിലുമാണ്, യദ്രിബു അറിയുന്നത് ഏതുമാണ്? ഹാലുമാണ്. എന്നിട്ട് പറയാ ഫൈദ അറത്താനി ഉദ്ദേശിച്ചാൽ തഖ്ലീസൽ മുസ്തഖ്ബിലി ഏതിനെ തരിപ്പിക്കലിനെ? മുസ്തഖ്ബിലിനെ ധരിപ്പിക്കുക, സ്വന്തമാക്കുക എന്നൊക്കെയാണ് അർത്ഥം. ധരിപ്പിക്കല്ല കേട്ടോ. എന്താണ് എന്താ അർത്ഥം വെച്ച് കഴിഞ്ഞാല് തഖ്ലീസിന് സ്വന്തമാക്കുക അല്ലെങ്കിൽ തനിപ്പിക്കുക. തനിപ്പിക്കുന്നത് ഒരർത്ഥത്തിന് മാത്രം എന്താക്കുക? ധരിപ്പിക്കുക, തോന്നിപ്പിക്കുക എന്നുള്ള അർത്ഥമാണ്. അല്ല തോന്നിപ്പിക്കേ, തോന്നിപ്പിക്കാനല്ല. സുബ്ഹാനല്ലാഹ്. അതിനെ തനിപ്പിക്കുക എന്നാണ് അർത്ഥം. ഇത് വേറിട്ട് നിർത്തുക, തനിച്ചാക്കുക, ഒറ്റപ്പെടുത്തുക. അതന്നെ, അല്ലാതെ ധരിപ്പിക്കല്ല. ഫൈദാറത്താനി ഉദ്ദേശിച്ചാൽ തഖ്ലീസൽ മുസ്തഖ്ബിലി മുസ്തഖ്ബിലിനെ സ്വന്തമാക്കലിനെ അല്ലെങ്കിൽ മുസ്തഖ്ബലിനെ ഒറ്റപ്പെടുത്തലിനെ നീ ഉദ്ദേശിച്ചാൽ കുൽത നീ പറഞ്ഞോ ഇന്നഹു സയദ്രിബു യദ്രിബുൽ ഏത് ചേർത്ത് കൊടുത്തോ? ഫൈദാറത്താനി ഉദ്ദേശിച്ചാൽ തഖ്ലീസൽ ഹാലി ഏതിനെ സ്വന്തമാക്കലിനെ, ഹാലിനെ ഒറ്റയാക്കലിനെ അല്ലെങ്കിൽ ഹാലിനെ ധരിപ്പിക്കലിനെ നീ ഉദ്ദേശിച്ചാൽ നീ പറഞ്ഞോ ഇന്നഹു ലയദ്രിബു ലാബ് ചേർത്ത് കൊടുത്താളാ. അപ്പൊ അതാ പഠിപ്പിച്ചേ. അപ്പൊ മുദാരിയ ഫീലിന് രണ്ടർത്ഥമുണ്ട്. ഹാലു ആക്കാ, പിന്നെ ഏതു ആക്കാ? മുസ്തഖ്ബിലു ആക്കാ. എന്താ മുസ്തഖ്ബിൽ പറഞ്ഞ അർത്ഥം? എന്തായിക്കാരം? പിന്നീട് പ്രവർത്തിക്കുന്ന ഇക്കാരം. ഹാല് പറഞ്ഞ എന്തർത്ഥം? ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് അർത്ഥമുണ്ട്. അപ്പൊ രണ്ടിനും എനിക്ക് സെപ്പറേറ്റ് ആക്കണമെങ്കിൽ ഇസ്തിഖ്ബാലിനെ സെപ്പറേറ്റും അതേപോലെ തന്നെ ഹാലിനെ സെപ്പറേറ്റും ആക്കണമെങ്കിൽ എന്ത് ചേർത്ത് കൊടുത്താൽ മതി? ഇസ്തിഖ്ബാലിനെ സെപ്പറേറ്റ് ആക്കണമെങ്കിൽ ഏത് ചേർത്ത് കൊടുക്കുക? ഏത് ചേർത്ത് കൊടുക്കുക? ചേർത്ത് കൊടുക്കുക. അല്ലെങ്കിൽ സൗഫ. അത് ഇയാൾ പറഞ്ഞിട്ടില്ല. രണ്ടും പറ്റും, സീനും പറ്റും, പിന്നെ സൗഫയും പറ്റും. ഇനിയോ ഹാലിനെ സെപ്പറേറ്റ് ആക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്ത് ചേർത്ത് കൊടുത്താൽ മതി?
ലാ ചേർത്ത് കൊടുത്താൽ മതി. അപ്പൊ എല്ലാ യദ്രിബു പറഞ്ഞാൽ ഇപ്പൊ അടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അർത്ഥം. സയദ്രിബു സൗഫ യദ്രിബു പറഞ്ഞാൽ എന്താ അർത്ഥം? അടി പിന്നീട് എന്താക്കും? നടന്നുകൊണ്ടിരിക്കുന്നതാണ് പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ അതാ ഫീല് മൂന്നെണ്ണാണ് പറഞ്ഞാൽ ഏതൊക്കെ? ഒന്ന് മാലി, ഒന്ന് മുസ്തഖബില്, മറ്റൊന്ന് ഹാല്. ആ ലാം അങ്ങനെ അങ്ങനെ ഉപയോഗിക്കലുണ്ടോ? ആണ്ട് പഠിച്ചില്ല, ഇങ്ങോട്ട് ഉപയോഗിക്കണം നിങ്ങള്. നാളെ പോകുന്നു പറയുകയാണെങ്കിൽ, ഞാൻ പോവാണെന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നാളെ പോവാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എന്ത് പറയണം? ലയദ്ഹബു അല്ല സയദ്ഹബു. ഇപ്പൊ പോവുകയാണെങ്കിൽ എന്ത് പറയണം? അത് യദ്രിബൂല് മാത്രല്ല, തദ്രിബൂല് പറ്റും, അദ്രിബീല് പറ്റും, തദ്രിബൂലും പറ്റും, എല്ലാത്തിനും പറ്റും. എന്താർത്ഥം? എന്താർത്ഥം? പിന്നീട് ഞാൻ പിന്നീട് അടിക്കും. തദ്രിബു പറഞ്ഞ എന്താർത്ഥം? പിന്നീട് നീ അടിക്കും. സനദ്രിബു പറഞ്ഞ എന്താർത്ഥം? പിന്നീട് ഞങ്ങൾ അടിക്കും. പിന്നീട് ഞങ്ങൾ അടിക്കും, അതാണ് അർത്ഥം. ഈ ലാബ് ചേർത്തെടുത്താലോ? ലാ അദ്രിബു, ഞാൻ ഇപ്പൊ അടിക്കുന്ന. ലാ തദ്രിബു, നീ ഇപ്പൊ അടിക്കുന്ന അർത്ഥം. ലാ നദ്രിബു എന്താർത്ഥം? ഞങ്ങളിപ്പോ അടിക്കും, അതാണ് അതിന്റെ അർത്ഥം. ഇല്ലാന്ന് പറഞ്ഞാൽ തീർച്ചയാന്ന് അർത്ഥമുണ്ടോ? അത് വേറെ, അത് തേക്കീതാണ്. ഇവിടെ ഇപ്പൊ തേക്കീതിനും പറ്റുമോ എനിക്കറിയില്ല. തേക്കീതും പറയലുണ്ട് അത്. ഇതിപ്പോ പഠിപ്പിച്ചത് എന്താണ്? 6 സ്പെഷ്യൽ നൗണുകൾ ഉണ്ട് അറബിയില്. നമ്മുടെ അസ്മാഉൽ ഹംസ എന്നാ പറഞ്ഞിരുന്നത്. ഇവിടെ അത് ഏതാണ്? അസ്മാഉ ഏതാണ്? സിത്താണ്. ഏതൊക്കെയാണ് അസ്മാഉ സിത്ത? അബ്, അഹ്, ഹബ്, പിന്നെ അനി, പിന്നെ പിന്നെ ഇതൊക്കെ ഒന്നും കാണാതെ പഠിച്ചോണ്ട് ഇത് വെറുതെ പറയുന്നതല്ല. ഞാന് ഖിയാമത്ത് 1-ാം തീയതി വരെ ഓർമ്മ ഉണ്ടാകാനാണ് ഈ പറയണേ. ഇന്നിട്ട് കൊണ്ടേ വലിച്ചാണ്ട് ഇറങ്ങലി ബുക്ക്. എന്നിട്ട് അടുത്താഴ്ച വരുമ്പോട്ട് എടുത്ത് കൊടുത്തോളി. ഖുർആനില് പുട്ടില് തേങ്ങ ഇടുന്ന മാതിരി വരുന്ന പദങ്ങളാണ് ഇതൊക്കെ. അബ്, അഹ്, ഹബ്, ഹന്, ഹു, ദു. ഇനി ഹന് എന്നുള്ളത് അധികം ഉപയോഗിക്കാറില്ല. ഹന് എന്ന് പറഞ്ഞില്ലേ? ആ ഹന് എന്നുള്ള പ്രയോഗം അധികമല്ല. പക്ഷെ ബാക്കിയുള്ളത് ഉപയോഗമുണ്ട്. അബുണ്ട്, അഹുണ്ട്, ഹബുണ്ട്, ഹു ഉണ്ട്, ദു ഉണ്ട്. പക്ഷെ ഹന് എന്നുള്ളത് കൂടുതൽ ഉപയോഗമല്ല. അതിനെ ഒഴിവാക്കിയിട്ടാണ് ചില ആളുകൾ എന്തെന്ന് പറയുന്നത്? അസ്മാഉ സിത്തക്ക് പകരം എന്തെന്ന് പറയുന്നത്? ഹംസ എന്ന് പറയുന്നത്. ഇവകളുടെ പ്രത്യേകത മർഫൂഉം ബിൽ വാവി, മൻസൂബും ബിൽ അലിഫി, മജ്റൂറും ബിൽ യായി. മർഫൂഉം ബിൽ ലംബത്തി എന്നുള്ളതിന് പകരം മർഫൂഉം ബിൽ വാവി കാരണം, മൻസൂബും ബിൽ ഫതഹത്തിക്ക് പകരം മൻസൂബും ബിൽ അലിഫി കാരണം, മജ്റൂറും ബിൽ കസ്റത്തിക്ക് പകരം എന്തേക്കാരം? മജ്റൂറും ബിൽ യായി കാരണം. പിന്നെ പറഞ്ഞത് എന്താ? ഫിഇല് 3 സൈസാണ്. ഒന്ന് മാലി, രണ്ടാമത്തത് മുസ്തഖ്ബില്, മൂന്നാമത്തത് ഹാല്. ഹാല് മുസ്തഖ്ബില് രൂപത്തിൽ എന്തേക്കാരം? ഒരേപോലെ കാരം. ഞങ്ങൾക്ക് ഹാലിനെ സെപ്പറേറ്റ് ആക്കണമെങ്കിൽ തഥാ തഖ്ലീസ് സെപ്പറേറ്റ് ആക്കുക, ഒറ്റക്കാക്കുക. ആ മുസ്തഖ്ബിലിനെ പിന്നെ സെപ്പറേറ്റ് ആക്കാൻ ഉദ്ദേശിച്ചാൽ ഏത് ചേർത്ത് കൊടുത്താൽ മതി? സായോ അല്ലെങ്കിൽ സൗഫ. ഇനിയോ ഈ മുദാരിനെ ഏതിന് സെപ്പറേറ്റ് ആക്കണം? ഹാലിന് സെപ്പറേറ്റ് ആക്കണമെങ്കിൽ ഏത് ചേർത്ത് കൊടുത്താൽ മതി? ലാ ചേർത്ത് കൊടുത്താൽ മതി. കഴിഞ്ഞു അല്ല? അതാണ് ഇപ്പൊ പഠിപ്പിച്ചത്. ഒരു ദിവസം 2-3 വട്ടെങ്കിലും അത് ഇറാബ് വെച്ചൊന്ന് വായിച്ച് പഠിച്ചാലും. അതേപോലെ ഖുർആന്റെ ആയത്തുകൾ ഞാൻ പറഞ്ഞിക്കണ്. ഖുർആന്റെ ആയത്തുകളിലൂടെ അല്ലാതെ നിങ്ങൾക്ക് ഖിയാമത്ത് വരെ പഠിച്ചാൻ കഴിയൂല. അതുകൊണ്ടാ ലേണിംഗ് ക്ലാസ്സിൽ വരുന്ന ഖുർആന്റെ ആയത്തുകള് സ്വയം തെർക്കീബ് വെച്ചിട്ട് പഠിച്ച് സംശയം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിക്കണം. അല്ലാതെ ഖിയാമത്ത് 1-ാം തീയതി വരെ നിങ്ങൾക്ക് പറ്റൂല പഠിച്ചാ. ഇതൊന്നും പഠിച്ചോണ്ടൊന്നും നിങ്ങൾക്ക് രേഖ കിട്ടൂല. നിയമം പഠിച്ചേക്കാം.
ഖുർആനിന്റെ ആയത്തുകളിലൂടെ നഹ്വ് പഠിക്കാൻ കഴിയുള്ളൂ. അപ്പൊ ഒരു ആയത്തിന് മാദിയാണോ മുലാരിയാണോ അബ്രാണോ എന്നൊക്കെ തിരിച്ചറിയാൻ കഴിയണം. അല്ലാതെ വെറുതെ നിങ്ങളെ ടൈം വേസ്റ്റ് ആക്കണ്ട. നിങ്ങൾ ഖുർആന്റെ ആയത്തിൽ കൂടെ നഹ്വ് പഠിച്ചോളി. ഓരോരുത്തരും ഇപ്പൊ 2-3 ആയത്തില് അത് പഠിക്കാൻ വേണ്ടി 10 മിനിറ്റ് വേണം. സ്വയം ഒന്ന് തെർക്കീബും മീറാബും വെച്ച് നോക്കുക. എന്നിട്ട് അറിയാത്തതുണ്ടെങ്കിൽ ചോദിക്കുക, അതിന്റെ തെർക്കീബ് എന്താണ്, പുതിയ തെർക്കീബ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ അതിന് പഠിക്കാൻ കഴിയും ചെയ്യും. അല്ലാതെ വെറുതെ നിങ്ങൾ ഇത് കേട്ടിട്ട് ഞാൻ വലിയ വായിച്ചാലും ഗ്രാമറും എനിക്ക് പഠിക്കാതെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ വിഡ്ഢികളെ സ്വർഗത്തിലാ. മനസ്സിലായിക്കോളി. അപ്പൊ അതുകൊണ്ട് ഇതിങ്ങനെ തെർക്കീബ് വെച്ച് പഠിക്കുക. അതേപോലെ ഖുർആന്റെ ആയത്തുകളും ഒരു അരമണിക്കൂർ അതിനോട് മാറ്റി വെച്ചാൽ ഖുർആൻ ക്ലാസിന്റെ അർത്ഥം നമ്മൾ പറയുന്നുണ്ട്. അർത്ഥം കേൾക്കുമ്പോ അതിന്റെ തെർക്കീബ് എന്താണ് എന്ന് തിരി. ഞാനിങ്ങനെ പറയുന്നത് എന്താ പറയാ, ഞാൻ എന്റെ ദിമ്മത്ത് ഒഴിവാക്കാണ്, ഉത്തരവാദിത്വം ഒഴിവാക്കാണ്. എനിക്ക് ഇങ്ങനെ പറയാനേ പറ്റുള്ളൂ. അല്ലാതെ നിങ്ങളെ പിന്നാലെ നടന്നത് പഠിപ്പിക്കാൻ കഴിയൂല. അത് പഠിക്കണമെങ്കിൽ ഖുർആനിന്റെ ആയത്തുകൾ തെർക്കീബ് വെച്ച് പഠിക്കലേ നടക്കുള്ളൂ. അതൊക്കെ ഇപ്പൊ നിങ്ങൾക്ക് കഴിയും. കാരണം അതൊക്കെ പഠിക്കാൻ ടൈമായി. എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഏകദേശം. ഏതാനും ചില പുതിയ തർക്കീബുകൾ മാത്രമേ ബാക്കി വരാനുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.